സലീം കുമാർ ഏട്ടൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് സമാധാനത്തോടെ എന്ന് ഞാൻ പറയുന്നില്ല, ആ മരണം ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്നിരിക്കാൻ അദ്ദേഹത്തിൻ്റെ മകനോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഇന്നലെ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയക്കാരെ മാത്രമായിട്ട് കുറ്റം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഓൺലൈൻ മീഡിയക്കാരെ മാത്രമായിട്ട് കുറ്റം പറയാൻ നിൽക്കില്ല. മെയിൻ സ്ട്രീം ചാനലുകാരുൾപ്പെടെ എന്തിനാണ് മരിച്ചില്ലേ അദ്ദേഹം? അവസാന നിമിഷമെങ്കിലും ആ കുടുംബത്തിന് മാത്രമായിട്ട് വിട്ടുകൊടുക്കായിരുന്നല്ലോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ, ഒരിച്ചിരി ബഹുമാനമൊക്കെ എനിക്ക് ഇന്നലെ ആ വ്യക്തിയോട് തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കണ്ടപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പറയും അദ്ദേഹം അവിടുത്തെ ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്താൻ വേണ്ടി ചാടിയിറങ്ങിയ, അത് മാത്രമല്ല, അതല്ലാതെ ആ വീട്ടിലേക്ക് അദ്ദേഹം കയറി വന്നപ്പോൾ ഒരു കാര്യം അവിടെ സംഭവിച്ചു. നിങ്ങളിൽ എത്ര പേര് അത് കണ്ടു എന്നെനിക്കറിയില്ല. ആ നിമിഷം ഞാൻ നമ്മുടെ മുൻ മുഖ്യനെ ഒന്ന് എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ആയിരുന്നെങ്കിൽ ആ ഒരു നിമിഷമെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിന് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി ഇതാ ഈ വീഡിയോ കാണുക. ആ പ്രവർത്തകൻ എന്താ അവിടെ കാണിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അവൻ്റെ മുഖത്തെ ചിരി നിങ്ങൾ കണ്ടോ? വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുഖത്ത് ആ സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായി വന്ന ആ ഒരു ദേഷ്യം, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മുൻമുഖ്യനായിരുന്നെങ്കിൽ രണ്ട് കൈയും നീട്ടി ആ ഇട്ടോ എന്ന് പറഞ്ഞു നിന്നേനെ, ഇല്ലേ? ഈ ഒരു കാര്യത്തിലൊക്കെയാണ് എനിക്ക് ഈ വ്യക്തിയോട് സത്യം പറഞ്ഞ ഒരിച്ചിരി ബഹുമാനം തോന്നുന്നത്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി നിൽക്കാൻ ഉള്ളൊരു ബോധം അത് ആ വ്യക്തിക്കുണ്ട്. അത് വ്യക്തമായിട്ട് ഇന്നലെ തന്നെ തെളിയിച്ചതാണ്. ഇതല്ലാതെ ഇത് ഇന്നലെ അങ്ങോട്ട് കയറി വന്നപ്പോൾ ഉള്ളൊരു വീഡിയോ ക്ലിപ്പാണ്. ഇതെനിക്ക് കാണിക്കണമെന്ന് തോന്നി. എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇതിൽ നിന്ന് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ലേ? സലീമേട്ടനിലേക്ക് പോകാം. കുറച്ച് സങ്കടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയം സംസാരിക്കുമ്പോൾ തന്നെ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ എല്ലാവരെയും, പ്രത്യേകിച്ച് 90s കിഡ്സിനെയൊക്കെ ഒരുപാട്, 2K കിഡ്സ് പോലും ഇന്നും കാണും അദ്ദേഹത്തിൻ്റെ പല കോമഡികളും യൂട്യൂബിലൂടെ, ഇല്ലേ? പല സിനിമയിലെയും കോമഡികൾ. അതുപോലെ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയാണ് സലീമേട്ടൻ. അദ്ദേഹത്തിൻ്റെ മരണം, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവിടെ ഇന്ന് ആ ഒരു ഭൗതിക ശരീരം വെച്ചുകൊണ്ട് അവിടെ നടന്ന കുറേ നാടകങ്ങൾ അങ്ങനെ തന്നെ പറയണം. നാടകങ്ങൾ ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ മകൻ കാണിച്ചതിനെ ഒരിക്കലും ഒരു നാടകമായിട്ട് ഞാൻ ചിത്രീകരിക്കില്ല, ഞാൻ പറയുകയില്ല. അവൻ്റെ സ്ഥാനത്ത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവിടെ നിന്ന മാധ്യമങ്ങളുടെ ചെവിക്കലടിച്ച് പൊളിക്കത്തില്ലേ? ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് ചെയ്തേനെ. അവൻ ചെയ്തത് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. എനിക്കതിനകത്തൊരു തെറ്റും തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും അറിഞ്ഞതായിരിക്കും ആ കാര്യം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അതിൻ്റെ വിഷ്വൽസിലേക്കൊക്കെ പോവാം. അതിനും മുമ്പ് ഇതും കൂടെ ഒന്ന് നിങ്ങൾ കാണണം. വി.ഡി. സതീശൻ സാറ് മാത്രമല്ല, രമേശ് പിഷാരടി ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ മെയിൻ സ്ട്രീം ചാനലുകളിലും അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയകളിലും ഒക്കെ വീഡിയോസ് വരുന്നുണ്ടായിരുന്നു. ആളുകളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളൊന്ന് മാറി നിൽക്കുക അവിടുന്ന്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യനായതുകൊണ്ട് പോലീസുകാരുടെ നടുക്ക് നിന്നിട്ട് ഒന്നിലും ഇടപെടാതെ നിൽക്കുകയല്ല, അങ്ങോട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മാറി നിൽക്കാൻ പറയുകയാണ്. എന്തിനാണ് മാറി നിൽക്കാൻ പറയുന്നത്? ആ ഭൗതിക ശരീരം അവിടെ ഉണ്ട്, അവസാനത്തെ കർമ്മങ്ങളിലേക്ക് പോവാണ്. ആ സമയത്തെങ്കിലും ആ കുടുംബത്തിന് മാത്രമായിട്ട് വിട്ടുകൊടുക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്കും ക്യാമറ വെച്ചുകൊണ്ട് എന്തിനാടേ ഇത്? നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുമ്പോഴേ നമുക്കൊക്കെ കൊള്ളത്തുള്ളൂ.
ഈ വലിയ ക്യാമറയും ചെറിയ ഫോൺ ക്യാമറയും കൊണ്ടൊക്കെ നിൽക്കുന്നവർക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്ക് എല്ലാവർക്കും കണ്ടന്റാണ്, അത്രേ ഉള്ളൂ. നിങ്ങളെ എനിക്കും ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളുടെ അരിക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാം. പക്ഷെ ഒരു ലിമിറ്റില്ലേ? അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഒരു ലിമിറ്റില്ലേ? ഇത്രയും പേര് പറയുമ്പോഴെങ്കിലും ഒന്ന് സാമാന്യ മര്യാദയ്ക്ക് മാറിക്കൊടുക്കണ്ടേ? ഇവരൊക്കെ പറയുന്നത് വിടൂ. ആ പയ്യൻ, അവൻ്റെ ഒരവസ്ഥ, ആ കുടുംബത്തിൻ്റെ ഒരവസ്ഥ, അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അവൻ പറയുന്നുണ്ട് നിനക്കൊക്കെ എന്താടാ വേണ്ടത് എന്നവൻ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചില്ലേ? ഈ ഓൺലൈൻ മീഡിയക്കാരാണെങ്കിലും മെയിൻ സ്ട്രീം ചാനലുകാരാണെങ്കിലും പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ആ ചെറുക്കൻ സംസാരിക്കുന്നതല്ലേ, അതുപോലെ സംസാരിക്കാൻ കഴിയുമോ അവൻ ഇന്നലെ അവിടെ വെച്ച്? അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വ്യക്തി ഇല്ലാതെയാവുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോകും. അത് മനസ്സിലാക്കി ഒന്ന് മാറിക്കൊടുക്കുക. വീണ്ടും വീണ്ടും ഇടിച്ചു കുത്തി അങ്ങോട്ട് കയറി ചെന്നാൽ കയ്യിൽ നിന്ന് പോകും. അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അവൻ വിളിച്ചു പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞതിനകത്ത് ഞാനൊരു തെറ്റും പറയത്തില്ല, എനിക്ക് പറയാൻ പറ്റില്ല. 2 അടി അവൻ കൊടുത്തായിരുന്നെങ്കിലും ഞാൻ ഇവിടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഭൂരിഭാഗം ആളുകളും ഓൺലൈൻ മീഡിയക്കാരെ മാത്രം കുറ്റം പറയുന്നുണ്ട്. അങ്ങനെയല്ല. ഓൺലൈൻ മീഡിയക്കാരുടെയിലും തെറ്റ് കാണും, അതുപോലെ തന്നെ വലിയ വലിയ മെയിൻ സ്ട്രീം ചാനലുകാരുടെയിലും തെറ്റ് കാണും. നമ്മൾ തന്നെ കണ്ടിട്ടുള്ളല്ലോ പല വാർത്തകൾ, ചില വീടിൻ്റെയൊക്കെ മണ്ടേ കൂടെ ഹെലിക്യാം പറത്തി വരെ വിഷ്വൽസ് എടുക്കുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടേ. അതുകൊണ്ട് ഇവിടെ മെയിൻ സ്ട്രീം ചാനലുകാരെ മാത്രം അങ്ങോട്ട് പൊക്കി നന്മമരങ്ങളായിട്ട് ആരും വെക്കണ്ട. ചില ആളുകൾ പറയുന്നു കേട്ടോ, അവർ ദൂരത്തൂന്നാണ് ക്യാമറ വെച്ച് സൂം ചെയ്ത് എടുക്കുന്നതെന്ന്. ഒന്നുമല്ല, അതിൻ്റെ ഇടയ്ക്ക് വലിയ വലിയ ക്യാമറകൾ വന്നു പോകുന്നുണ്ട്. പല വീഡിയോകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, എല്ലാവരും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. മനസ്സിലായോ? ഇനി ആ പയ്യൻ ചന്തു, ഇതൊന്ന് കണ്ടേ നിങ്ങൾ. ചെറിയൊരു ക്ലിപ്പേ ഞാനിവിടെ കാണിച്ചുള്ളൂ. അവൻ ഇത് കഴിഞ്ഞും ചോദിക്കുന്നുണ്ട് നിനക്കൊക്കെ എന്താടാ വേണ്ടത് എന്നൊരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വീണ് പോകുന്നുണ്ട്. ആ ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സമനില തെറ്റി നിൽക്കുകയാണ് ആ പയ്യൻ. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആ നിമിഷം സമനില തെറ്റിപ്പോവും. കാരണം അവൻ്റെ ജീവിതത്തിലെ വലിയൊരു വ്യക്തി അവനെ വിട്ട് പോയിരിക്കുന്നൊരു നിമിഷമാണ്. ആ സമയത്ത് സമാധാനം കൊടുത്തൂടെ ആ കുടുംബത്തിന്? അത്രയും നേരം വിഷ്വൽസ് എടുത്തല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു, ടൗൺ ഹാളിൽ നിന്ന് എടുത്തു, പോരെ? മതിയായില്ല. അവസാനം അങ്ങോട്ട് ചിതയിലേക്ക് കൊള്ളി വെക്കുന്നതും കൂടെ എടുക്കണം, എന്നാലേ സന്തോഷമാവുള്ളൂ, എന്നാലേ ന്യൂസ് റേറ്റിംഗ് കൂടുകയുള്ളൂ. പക്ഷേ ആ റേറ്റിങ്ങിന് വേണ്ടി ഓടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ നമുക്കുമൊക്കെ ഈ ഒരു അവസ്ഥ വരും. അപ്പോൾ വേറൊരാൾ വന്നാൽ ഇതുപോലെ ഈ സാധനവും പിടിച്ചോണ്ട് റേറ്റിംഗ് കൂട്ടാൻ, അപ്പോഴേ പൊള്ളുള്ളൂ എനിക്കും നിങ്ങൾക്കും ഈ എടുത്തവനും ഒക്കെ, അല്ലേ? എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. അതേപോലെ തന്നെ വേറൊരു സാധനം, വേറൊരു വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ, അയ്യോ സമ്മതിക്കണം. 2 പെണ്ണുപിടിയന്മാരും ഒന്നിച്ച്, ഇതൊക്കെ പറയാൻ എങ്ങനെ? അതും ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ വന്ന 2 പേര്. അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കറിയാം ദിലീപേട്ടൻ, മറ്റൊരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ. 2 പേരും ഒന്നിച്ചൊരു കാറിൽ പോയെന്നും പറഞ്ഞ് കുറേ ആളുകൾക്ക് ഇവിടെ പ്രശ്നം. എന്തിന്? എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ. കണ്ടല്ലോ, അവർ 2 പേരും ഒരു കാറിൽ കയറിപ്പോയി. അതാണ് ഇവിടെ കുറേ പേർക്ക് പ്രശ്നം. അവിടെ ബ്ലോക്കാണ്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അവരെ 2 പേരെയും അത്യാവശ്യം ആളുകൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ വന്ന കാരണത്തോട്ട് 2 പേരെയും കയറ്റി, ചിലപ്പം കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവർ 2 പേരും അവരുടെ 2 പേരുടെയും കാറിലായിട്ട് പോകും. മനസ്സിലായോ? അത്രേ ഉള്ളൂ അവിടെ. അതിനകത്തൊക്കെ പോയി കിഴിഞ്ഞ് കമൻ്റ് ഇട്ട് 2 പെണ്ണുപിടിയന്മാരും ഒന്നിച്ച്, എന്താണ് പ്രിയപ്പെട്ടവരെ? എന്താ ഇവിടെ നടക്കുന്നത്? ഒരാളുടെ മരണത്തെ അങ്ങ് മാക്സിമം അവിടെ വന്ന ആളുകളെ, ടിനി ടോമിൻ്റെ ഒരു കരച്ചിൽ പരിപാടി ഞാൻ കണ്ടു. ഞാനൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി, എനിക്കൊന്നും പറയാനില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. കണ്ണീരൊന്നും വരുന്ന കണ്ടില്ല, എന്നാലും അവിടെ നിന്ന് ഓരോ പരിപാടികൾ കാണിക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, കാരണം ഈ നിമിഷത്തിലല്ല അത് പറയേണ്ടത്.
ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മനുഷ്യനാണ്. ഇനിയും നമ്മളൊക്കെ നമ്മുടെ ഇടയ്ക്കുള്ള ഒരുപാട് സിനിമാക്കാർ പോകും. ദൈവത്തെ ഓർത്ത് കുറച്ചു നേരം അവരുടെ കുടുംബത്തിനായിട്ട് അവരെ കുറച്ചു നേരമെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കുക. ആ സമയത്തും ഈ സാധനം കൊണ്ട് ചെല്ലരുത്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.